ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല ഒരാൾ സ്വന്തം പണം കൊണ്ട് സ്വന്തം ആശ്രിതരെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടി റബീഉൽ അവ്വൽ 12-ന് ഒരു ഭക്ഷണ പരിപാടി സംഘടിപ്പിക്കുന്നത് പോലും മുൻഗാമികളായ സ്വാലിഹ്യങ്ങളിൽ നിന്ന് മാതൃകയില്ലാത്ത ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആക്ഷേപാർഹമായ ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് വിവരിച്ചപ്പോൾ അതിനു മറുപടിയായി ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത്. അഥവാ ഇത് ആദ്യമായി തുടങ്ങിയത് മലിക്കുൽ മുളഫർ എന്ന ഹിജ്റ 630 മരണപ്പെട്ട ഒരു നല്ല ഭരണാധികാരിയാണ് എന്നതാണ് ഒന്നാമത്തെ തെളിവ്. ആ പരിപാടിയിൽ അന്ന് കുറെ പണ്ഡിതന്മാർ എതിർപ്പൊന്നുമില്ലാതെ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ തെളിവായി ഇമാം സുയൂത്തി റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. മുളഫർ രാജാവ് ഒരു മഹൽ വ്യക്തിയായിരുന്നു എന്നതിന് തെളിവായി ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ഒരു പണ്ഡിതനാണ് ഇബ്നു കസീർ. ആ ഇബ്നു കസീർ തന്നെ അവിടുത്തെ താരീഖിൽ അഥവാ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഈ ഇബ്നു ദിഹിയയെ സംബന്ധിച്ച് ഉദ്ധരിച്ച വിവരങ്ങൾ കൂടി ഇതിന്റെ കൂടെ നാം കൂട്ടി വായിച്ചാൽ നമുക്ക് കാര്യത്തിന്റെ ഗൗരവം നന്നായി മനസ്സിലാവും. ഇബ്നു ദിഹിയയുടെ മഹത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, വഖദ് കാനാക ഇബ്നു ഉനൈ ഫീ സൽബിൽ മുസ്ലിമീന വൽ വഖിഅതി ഫീഹിം. മുസ്ലിമീങ്ങളെ കുറിച്ച് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ ഇബ്നു ഉനൈനെ പോലെ തന്നെ ആയിരുന്നു. വയതസയ്യദു ഫീ കലാമിഹി ഫതറക നാസു അദ്രിവായത അൻഹു വകദബു. ഈ ആളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ തൊട്ട് വന്ന ഹദീസുകൾ ഉദ്ധരിക്കുന്നത് നിർത്തുകയും അദ്ദേഹം കളവ് പറയുന്ന ആളാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. വഖദ് കാനൽ കാമിലു മുഖ്ബിലൻ അലൈഹി. ഭരണാധികാരി കാമിൽ പലപ്പോഴും അയാളുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. ഫലമ്മങ്കശഫ ലഹു ഹാലുഹു. ഈ ഇബ്നു ദിഹിയയുടെ അവസ്ഥ കാമിൽ രാജാവിനെ മനസ്സിലായപ്പോൾ അഖദ മിൻഹു ദാറുൽ ഹദീസി. ദാറുൽ ഹദീസ് അയാളിൽ നിന്ന് തിരിച്ചു വാങ്ങി അഹാനഹു. അയാളെ അവിടെ നിന്ന് നിന്ദ്യനാക്കി പറഞ്ഞു വിട്ടു. ഇബ്നു ഖൽഖാനിൽ നിന്ന് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനും വലിയ വിജ്ഞാനമുള്ള ആളായിരുന്നു. ഹദീസ് വളരെ വലിയ പാണ്ഡിത്യമുള്ള നൈപുണ്യമുള്ള ആളായിരുന്നു. നഹ്വും ഭാഷാ നിയമങ്ങളും അറബി പദ്യങ്ങളും ഒക്കെ അറിയുന്ന ആളായിരുന്നു. പിന്നെ ഷാമിലേക്ക് പോയി, പിന്നെ ഇറാഖിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്നു കസീർ പറയുന്നു, ഖുൽതു വഖദ് തകല്ലമൻ നാസു ഫീഹി ബി അൻവാഇ മിനൽ കലാം. അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങൾ പല രൂപത്തിലും സംസാരിച്ചിട്ടുണ്ട്. വനസബഹു ബഅദുഹും ഇലാ വാദി ഹദീസിൻ ഫീ ഖദ്സുരി സ്വലാത്തുൽ മഗ്രിബ്. മഗ്രിബ് നിസ്കാരം ഖസ്റാക്കി നിർവഹിക്കാം. 3 റക്അത്തുള്ള മഗ്രിബ് നിസ്കാരത്തെ 2 റക്അത്തായി ഖസ്റാക്കാം എന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇയാൾ പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. വകുന്തു അവുദ്ദു അൻ അഖിഫ അലാ ഇസ്നാദിഹി ലിനഅലമ കൈഫ റിജാലുഹു. ആ ഹദീസ് എങ്ങനെയാണ് അയാൾ ഉണ്ടാക്കിയത്, അതിന്റെ റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പരമ്പര ഒന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഇബ്നു കസീർ പറയുകയാണ്. വഖദ് അജ്മഅൽ ഉലമാഉ. എന്നാൽ ലോകത്തെ സർവ്വ പണ്ഡിതന്മാരും ഇജ്മാ ആയിട്ടുണ്ട് അല അന്നൽ മഗ്രിബ ലാ യുഖ്സറു. മഗ്രിബ് നിസ്കാരത്തെ ഖസ്റാക്കാൻ ഒരു നിർവാഹവും ഇല്ല എന്ന്. അപ്പൊ ഇജ്മാ ഉള്ള മഗ്രിബ് നിസ്കാരം ഖസ്റാക്കാൻ പറ്റില്ല എന്ന വിഷയത്തിനെതിരെ കള്ള ഹദീസ് പടച്ചുണ്ടാക്കിയ ആളായിരുന്നു എന്നാണ് ഇബ്നു ദിഹിയയെ കുറിച്ച് ഇബ്നു കസീർ നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഈ മൗലിദാഘോഷം സ്വന്തം ഭാര്യയെയും മക്കളെയും കുടുംബക്കാരെയും ആശ്രിതരെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പോലും ഇസ്ലാമിൽ പ്രമാണമില്ലാത്തത് കൊണ്ട് അനാചാരമാണ് എന്ന് ഫാക്കിഹാനി ഇമാമ് വിവരിച്ചപ്പോൾ അതിന് ഗണ്ഡനമായി മറുപടിയായി കൊണ്ടുവന്നത് മലിക്കുൽ മുളഫർ നടത്തിയിട്ടുണ്ട് എന്നും ആ സദസ്സിൽ ഇബ്നു ദിഹിയയെ പോലെയുള്ള പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട് എന്നതുമാണ് ആകെയുള്ള തെളിവായി കൊണ്ടുവന്നത്. ആ സദസ്സിൽ പങ്കെടുത്ത ഇബ്നു ദിഹിയയെ കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർ ഈ രൂപത്തിലാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ തെളിവ് പിടിച്ചുകൊണ്ട് മൗലിദാഘോഷം നടത്തുന്നവർക്ക് എന്ത് പ്രമാണമാണ് മുമ്പിലുള്ളത് എന്നത് മുതഅല്ലിമീങ്ങളും പരലോകത്തിൽ ചിന്തയുള്ള സാധാരണക്കാരും ആലോചിക്കുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലത് എന്ന് മാത്രം ഉണർത്തുന്നു. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കി പരലോക രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ.